നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 2026 ജൂലൈ മാസം 13-ാം തീയതി, അതായത് 1201 മിഥുനമാസം 29-ാം തീയതി സോമവാരം തിങ്കളാഴ്ച. ഇന്ന് സോമവാരം തിങ്കളാഴ്ച സൂര്യോദയം കാലത്ത് 6:13, അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി ചതുർദശി തിഥിയാണ്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ അമാവാസ്യയാണ്. അതിനാൽ പിതൃകർമ്മത്തിന് ശ്രാദ്ധാദി ബലികർമ്മങ്ങളൊക്കെ തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നവർക്ക് ഇന്നത്തെ ദിനം അതിനുവേണ്ട വാവിന് മുന്നിലുള്ള ഒരുക്കങ്ങൾക്കൊക്കെ ഒരു നേരം അല്ലെങ്കിൽ ഒരിക്കൽ ഇരിക്കുക തുടങ്ങിയ കർമ്മങ്ങൾക്കൊക്കെ ഇന്നത്തെ ദിനം ഏറ്റവും അനുകൂലമാണ്. അത് ചെയ്ത് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവരും വാങ്ങുന്നു. പ്രേതാ സ്വാമീബിർ വിദദതി സകലാഹ. എല്ലാം തരുന്നു, സന്താന ശ്രേയസ് തരുന്നു, അഭിവൃദ്ധി തരുന്നു സന്തുഷ്ടരായ പ്രേതങ്ങൾ. അതിനാലാണ് നാം പിതൃകർമ്മം ചെയ്യുന്നത്. ദീക്ഷാദി ലോപേന പ്രേതായാത പിശാചതാം. വാർഷികമായിട്ട് പ്രേതകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ, ദീക്ഷകൾ ചെയ്തില്ലെങ്കിൽ പ്രേതങ്ങൾ പിശാചുക്കളായി തൻ്റെ ബന്ധുക്കളെ ബാധിക്കുമെന്നാണ് പ്രമാണം. അതിനാൽ ഹൈന്ദവർ പ്രത്യേകിച്ച് കർമ്മം ചെയ്യുക. അതിനുവേണ്ടി പിതൃക്കളുടെ അനുഗ്രഹം ചെയ്യുന്നത് വളരെ ഗുണമാണ്. അങ്ങനത്തെ ഒരു ദിനമാണ് നാളെ വരുന്നത്. ഇന്ന് അതിനു വേണ്ട ഒരുക്കപ്പാടുകൾ ചെയ്യുക. അതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കിയാൽ വളരെ നല്ലതാണ്. ഇന്നത്തെ നക്ഷത്രം എന്താണ്? തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര ആർദ്ര എന്ന് പറയും സംസ്കൃതത്തിൽ. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണോ തിരുവാതിര? അല്ല. അപ്രകാരമുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര ശിവൻ്റെ നക്ഷത്രം, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരൂരുട്ടാതി, അപ്രകാരം തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല. വിത്തിട്ടാൽ പൊടിക്കില്ല. പക്ഷേ തിരുവാതിരക്കൊരു പ്രത്യേകത എന്താണ്? തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാണ്. വിദ്യാരംഭത്തിന് വളരെ നല്ലതാണ്. ദക്ഷിണാമൂർത്തി സ്വരൂപനായ ശിവൻ്റെ അനുഗ്രഹം വാങ്ങുക. ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി അംശമുള്ള ശിവാനുഗ്രഹം വാങ്ങിയാൽ വളരെ അനുകൂലമാണ്. ഏതായാലും ഇന്നത്തെ ദിനം മറ്റ് മുഹൂർത്തങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുന്നില്ല. എല്ലാ ശുഭകാര്യങ്ങളും അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണമാണ്. അതുമാത്രമല്ല, ഇന്നത്തെ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹമാരാണ്? രാഹുവാണ്. തിരുവാതിര ചോദിച്ചതയം. അതിനാൽ സർപ്പക്ഷേത്രത്തിൽ പോവുക, ആയില്യപൂജ, സർപ്പവഴി. കേരളത്തിന് വെളിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? അവിടെ നവഗ്രഹത്തിൽ രാഹുവേദോ അർച്ചന ചെയ്യുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനിയാൽ മുഖരിതമാകട്ടെ ദേവാലയങ്ങളും നിങ്ങളുടെ വീടുകളും. വളരെയധികം മാറ്റങ്ങൾ സർപ്പപ്രീതി ചെയ്താൽ ഉണ്ടാകും. കാരണം സർപ്പപ്രീതി ചെയ്യണം, അവശ്യമേവ കരണീയം. ചെയ്തേ മതിയാവുകയുള്ളൂ. ആരോഗ്യ പുത്രാപ്തിയെ, നിങ്ങളുടെ ആരോഗ്യം, നാഡീ ഞരമ്പുകൾക്ക് ബലപ്പെടുത്താൻ, അപ്രകാരം നല്ല സന്താന ശ്രേയസിനും രാഹുപ്രീതി ചെയ്യുക. നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിനെ ഉണർത്തുക. അതിനേറ്റവും നല്ല മന്ത്രമാണ് രാഹുപ്രീതിയും രാഘവേ നമഃ, ഓം കേതവേ നമഃ. അപ്രകാരം തന്നെ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ കുണ്ടലങ്ങളും ഷഡ് ആധാരങ്ങളും ആക്റ്റീവായി നിങ്ങൾ മുന്നോട്ട് പോകും. നന്ദി, നമസ്തേ.